വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയെ കുറിച്ചാണ് കേട്ടോ. അതിനു മുമ്പ് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ആലപ്പുഴ ജില്ല പഠിക്കണേ. 1957 ഓഗസ്റ്റ് 17-നാണ് ആലപ്പുഴ ജില്ല നിലവിൽ വന്നത്. ആലപ്പുഴ ജില്ല നിലവിൽ വന്ന വർഷം എന്നാ 1957 ഓഗസ്റ്റ് 17-നാണ് ആലപ്പുഴ ജില്ല നിലവിൽ വന്നത്. ആലപ്പുഴ ജില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കിഴക്കിന്റെ വെനീസ് എന്ന ആലപ്പുഴ ജില്ലയ്ക്ക് ഒരു പേരുണ്ട് അല്ലെ. അതുപോലെ തന്നെ രാജാ കേശവദാസിന്റെ പട്ടണം എന്നറിയപ്പെടുന്നതും ആലപ്പുഴ ജില്ല തന്നെയാണ്. ജലോത്സവങ്ങളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നതും ആലപ്പുഴ ജില്ല തന്നെയാണ്. അങ്ങനെ കുറേയധികം പേരുകൾ ആലപ്പുഴ ജില്ലയ്ക്കുണ്ട്. ഇനി ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേഴ്സൺ പ്രഭുവാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. ഇനി ആലപ്പുഴ ജില്ലയ്ക്ക് ഉള്ള പേര് പോലെ ആലപ്പുഴ ജില്ലയിലെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഉണ്ടല്ലോ, ആ സ്ഥലങ്ങൾക്കും ധാരാളം പേരുണ്ട്. ഇപ്പൊ ആലപ്പുഴ ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ആ ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്തിന് മയൂര സന്ദേശത്തിന്റെ നാട് എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കുട്ടനാട്. കുട്ടനാടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കുട്ടനാടും ആലപ്പുഴ ജില്ലയിലാണ്. അപ്പൊ കുട്ടനാടിനെ പമ്പാ നദിയുടെ ദാനം, കേരളത്തിന്റെ നെല്ലറ, ചുണ്ടൻ വള്ളങ്ങളുടെ നാട്, അങ്ങനെ കുറെ വിളിക്കുന്നുണ്ട്. പിന്നെ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കേരളത്തില് എന്താ പറയുന്നത്, നെൽകൃഷി ചെയ്യുന്ന പ്രദേശം ഏതാന്നൊക്കെ ചോദിച്ചിട്ട് ചോദിക്കാറുണ്ട്. കുട്ടനാടാണ്. ഇനി അടുത്തത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഉണ്ട്. അമ്പലപ്പുഴ പാൽപ്പായസൊക്കെ പ്രസിദ്ധമായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ആ ക്ഷേത്രത്തെ വിളിക്കുന്നത് ദക്ഷിണ ഗുരുവായൂര് എന്ന പേരിലാണ്. അതുപോലെ തന്നെ കുട്ടനാട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടനാട്, ആലപ്പുഴ ബീച്ച്, തുമ്പോളി കടപ്പുറം, ആലപ്പുഴ ലൈറ്റ് ഹൗസ്, പാണ്ഡവൻ പാറ, ഇതൊക്കെ ആലപ്പുഴ ജില്ലയിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ചില പ്രദേശങ്ങളാണ്. ഇനി ആലപ്പുഴ ജില്ലയെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട അവിടുത്തെ പരമ്പരാഗത കലാരൂപം ഏതാന്ന് ചോദിച്ചാൽ വേലകളിയാണ്. ഇനി വേലകളി മാത്രമല്ല, അർജുന നൃത്തം, നമ്മളിപ്പോ കോട്ടയം ജില്ലയിൽ പഠിച്ച പോലെ തന്നെ അർജുന നൃത്തവും പ്രസിദ്ധമായിട്ടുള്ള ഒരു നൃത്തരൂപം ആലപ്പുഴ ജില്ലയിലും അർജുന നൃത്തം ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ അറിയാം മറ്റ് ഗതാഗതത്തെ കൂടുതൽ ഏറ്റവും കൂടുതൽ ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല. അതുകൊണ്ട് തന്നെ കേരള ജലഗതാഗതത്തിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയാ? ആലപ്പുഴ ജില്ല. കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതന്നെയാ പറയേണ്ടത്? ആലപ്പുഴ തന്നെയാ പറയേണ്ടത്. ഇനി അടുത്തത്, അപ്പൊ നമ്മൾ കായലിനെ കുറിച്ചാ പറയണേ, ബോട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അപ്പോ കായൽ ടൂറിസത്തിന് പ്രധാനമായിട്ടുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാലും ഏതെന്നെ പറയും? നമ്മൾ ആലപ്പുഴ ജില്ല തന്നെ പറയും കേട്ടോ. ഇനി ആലപ്പുഴ ജില്ല കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ്. അതുപോലെ തന്നെ നിറച്ച് വെള്ളങ്ങളായതുകൊണ്ട് തന്നെ വനങ്ങളും റിസർവ് വനങ്ങളൊക്കെ റിസർവ് വനഭൂമിയൊക്കെ വളരെ കുറവുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ പറയാ? ആലപ്പുഴ ജില്ല നമ്മൾ പറയാം. ഇനി കേരളത്തിലെ നെല്ലുൽപാദനത്തിൽ ഒന്നാം സ്ഥാനമായിരുന്നു ആലപ്പുഴ. ഈ കുട്ടനാടിന്റെ ഈ പ്രശ്നങ്ങൾ, വെള്ളക്കെട്ടും അങ്ങനെയൊക്കെ കാരണം ഇപ്പൊ നെല്ലുൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്താണ് ആര് നിൽക്കുന്നത്? ആലപ്പുഴ ജില്ല നിൽക്കുന്നത്. പക്ഷേ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ, നാളികേരൊക്കെ ഉള്ള ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് തന്നെ കയർ വ്യവസായത്തിന് ഏറ്റവും കൂടുതൽ പേര് കേട്ട ജില്ല ആലപ്പുഴ ജില്ല തന്നെയാണ്. ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ലയും ആലപ്പുഴ ജില്ല തന്നെയാണ്. ഇനി പരീക്ഷണാടിസ്ഥാനത്തില് കുടുംബശ്രീ ആദ്യമായിട്ട് നടപ്പിലാക്കിയ ജില്ല ആലപ്പുഴ ജില്ലയാണ്. അതുപോലെ പട്ടികവർഗ നിരക്ക് ഉണ്ടല്ലോ, അത് ഏറ്റവും കുറവ് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറവ് കിട്ടാം. പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറവ് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ല നമ്മൾ പറയും. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. TD മെഡിക്കൽ കോളേജ് എന്നാണ് അതിന്റെ പേര്. അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഫിലിം സ്റ്റുഡിയോ ആരംഭിച്ചതും കേരളത്തിലെ ആലപ്പുഴയിലാണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്, ഉദയ സ്റ്റുഡിയോ എന്നാണ് അതിന്റെ പേര്. ഇനി നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ആലപ്പുഴ ലൈറ്റ് ഹൗസ് ടൂറിസ്റ്റുകളെ ധാരാളം ആകർഷിക്കുന്നതാണ്. പടിഞ്ഞാറൻ തീരത്ത് ആദ്യമായിട്ട് ഒരു ലൈറ്റ് ഹൗസ് നിലവിൽ വന്നത് എവിടെയാന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലാണ്. ആലപ്പുഴ ലൈറ്റ് ഹൗസ് ആണ് അത്. അത് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് കൂടിയാണ് ഏത്? ആലപ്പുഴ ലൈറ്റ് ഹൗസ് കേട്ടോ. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ രജിസ്റ്റേർഡ് വായനശാല, ഗ്രന്ഥശാല ഉണ്ടല്ലോ, PK മെമ്മോറിയൽ ഗ്രന്ഥശാല അമ്പലപ്പുഴയിലുള്ളതാണ് കേട്ടോ. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിലുള്ളതാണ്. അതുപോലെ കേരളത്തില് അത് നമുക്കറിയാം, തിരുവിതാംകൂറിൽ ഒക്കെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. തിരുവിതാംകൂറിലെ ആദ്യത്തെ അഞ്ചൽ ഓഫീസ് നിലവിൽ വന്നത് ആലപ്പുഴയിലാണ്. അത് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ അഞ്ചൽ ഓഫീസ് നിലവിൽ വന്നത് ആലപ്പുഴയിലാണ്. അഞ്ചൽ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസിന്റെ പണ്ടത്തെ പേരാ.
ഈ പോസ്റ്റ്മാനെ അന്നത്തെ കാലത്ത് അഞ്ചലോട്ടക്കാരെന്നൊക്കെ അത്രേ വിളിച്ചിരുന്നത്. മനസ്സിലായോ? ഇനി അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് സമഗ്ര ഗാന്ധി മ്യൂസിയം നിലവിൽ വന്നതും ആലപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സമഗ്ര ഗാന്ധി മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാന്ന് ചോദിച്ചാലും ആലപ്പുഴ തന്നെയാണ്. ഇനി നമ്മൾ 100% സാക്ഷരത നേടിയ പട്ടണം, കോട്ടയം, അല്ലെ, അങ്ങനെ ജില്ല, അതൊക്കെ നമ്മൾ പഠിച്ചു. അതിൽ 100% സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമം നെടുമുടി ഗ്രാമമാണ്. നെടുമുടി വേണുവിനെ കേട്ടിട്ടുണ്ടാവും എല്ലാവരും, അല്ലെ, കണ്ടിട്ടുണ്ട്, നമുക്ക് അറിയുന്ന ഒരാളാണ്. 100% സാക്ഷരത നേടിയ ആദ്യത്തെ ഗ്രാമം ഓർക്കുമ്പോൾ നെടുമുടി വേണുവിനെ ഓർത്താൽ മതി. ഇനിയിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് കയർ വ്യവസായത്തിന് പേര് കേട്ടതാണ്, കുടിൽ വ്യവസായങ്ങൾ കൂടുതലുള്ളതാണ്. അപ്പൊ കയർ വ്യവസായത്തിന് പേര് കേട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഇവിടെ ഞാൻ വന്നേക്കണേ ആ ഡാറാസ് മെയിൽ എന്നാണ്. ജെയിംസ് ഡാറ എന്ന് പറയുന്ന വ്യക്തിയാണ് അത് പണിത് കേട്ടോ. അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ, ആ നിർമ്മാണത്തിന് മുൻകൈ എടുത്ത ആള്, അല്ലെങ്കിൽ കയർ ഫാക്ടറിയുടെ ആള്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡാറാസ് മെയിൽ എന്നാണ് അതിന്റെ പേര്. അതുപോലെ നമ്മൾക്കറിയാം, നല്ല മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന അവാർഡിന്റെ പേരാണ് സ്വരാജ് ട്രോഫി എന്ന്. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് സ്വരാജ് ട്രോഫി നേടിയ പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്താണ്. കുറേ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ സമ്പൂർണ്ണ നിയമസാക്ഷരത നേടിയതും അതുപോലെ തന്നെ വ്യവഹാര വിമുക്തി നേടിയതുമായിട്ടുള്ള ആദ്യ പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിലാണ് ചെറിയനാട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത വ്യവഹാര വിമുക്ത നാട്. സമ്പൂർണ്ണ സാക്ഷരത വ്യവഹാരം, അതായത് സമ്പൂർണ്ണ നിയമസാക്ഷരത കിട്ടുകയും ചെയ്തു, വ്യവഹാരം കേസില്ലാതാവുകയും ചെയ്തു. അങ്ങനെയുള്ള പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയനാട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിയമസാക്ഷരത വ്യവഹാര വിമുക്ത പഞ്ചായത്ത് ഏതാണ്? ചെറിയനാടാണ്. ഇനി ആലപ്പുഴ ജില്ലയിലെ ഒരു പഞ്ചായത്തിന്റെ പേരാണ് കഞ്ഞിക്കുഴി. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്താണ്. അപ്പൊ അവിടെ എന്താ ഉപയോഗിക്കുന്നുണ്ടാവില്ല, അതായത് മറ്റ് വളങ്ങളൊന്നും ഉപയോഗിക്കാതെ ജൈവമായിട്ടുള്ള വളങ്ങൾ മാത്രം, കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കറി നടത്തുന്ന പഞ്ചായത്ത്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സൗഹൃദ പഞ്ചായത്തിന്റെ പേരാ ചോദിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാരാരിക്കുളം പഞ്ചായത്താ പറയാ. മാരാരിക്കുളം, അത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാരാരിക്കുളം സൗത്ത് കേട്ടോ. അതുപോലെ തന്നെ കേരളത്തില് വാട്ടർ ATM ആദ്യമായി നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിൽ മുതുകുളത്താണ്. കേരളത്തിൽ ആദ്യമായിട്ട് വാട്ടർ ATM നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലെ മുതുകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു തേനീച്ച പാർക്ക് നിലവിൽ വന്നത് ആലപ്പുഴയിൽ മാവേലിക്കരയിലാണ്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു തേനീച്ച പാർക്ക് വന്നു അത്രേ. അതുപോലെ തന്നെ ആലപ്പുഴ ബീച്ച്, നമ്മൾ പറഞ്ഞു വിദേശികളെ ആകർഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ചാണ് ആലപ്പുഴ ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ചാണ് ആലപ്പുഴ ബീച്ച്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കാർട്ടൂൺ മ്യൂസിയം എവിടെയാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ്. ഈ കായംകുളത്തെ കുറിച്ച് പറയുമ്പോൾ കായംകുളത്തിന്റെ പഴയ പേര് നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ. നമ്മൾ നാഫ്ത, താപവൈദ്യുത നിലയം, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഞാൻ ഒന്നും കൂടെ നമുക്കത് ഓർമ്മിപ്പിക്കാം. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം നിലവിൽ വന്ന് കായംകുളത്താണ്. കായംകുളത്തിന്റെ പണ്ടത്തെ പേര് ഓടനാടാന്നും കൂടി ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ പിന്നെ അടുത്ത് കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയായ ട്രാവൻകൂർ ലേബർ അസോസിയേഷന്റെ ആസ്ഥാനം ആലപ്പുഴ യാത്ര, അല്ലെങ്കിൽ അസോസിയേഷൻ സ്ഥാപിതമായത് ആലപ്പുഴ ജില്ലയിൽ 1922 കൂടി ഓർത്തു വയ്ക്കുക കേട്ടോ. ഇനി അടുത്തത് കുറേയധികം സ്ഥലങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കായംകുളം. നമ്മൾ പറഞ്ഞു കായംകുളത്തിന്റെ പഴയ പേര് ഓടനാട് എന്നൊക്കെയാണ് പറഞ്ഞു. കായംകുളത്ത് ഒരു തെർമൽ പവർ സ്റ്റേഷൻ ഉണ്ട്. രാജീവ് ഗാന്ധി തെർമൽ പവർ കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് എന്നൊക്കെയാണ് അതിന്റെ പേര്. അത് നമ്മൾ എന്താണ് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ, താപവൈദ്യുത നിലയങ്ങളൊക്കെ പഠിച്ചപ്പോൾ നമ്മളത് പഠിച്ചിട്ടുണ്ട്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ല എടുത്തപ്പോൾ ഇടുക്കി ജില്ലയുടെ ഒപ്പം തന്നെ ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾ കേരള ബേസിക് ഫാക്ട്സ് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇനി കായംകുളം തെർമൽ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണെന്നും എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഏതാ ഇന്ധനം എന്നറിയാലോ? നാഫ്തയാണ് ഇന്ധനം. ഇനി അതുപോലെ തന്നെ അമ്പലപ്പുഴ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അമ്പലപ്പുഴ. ഒന്ന് നമ്മൾ പറഞ്ഞു അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ കുറിച്ച്. പണ്ട് കാലത്ത് അമ്പലപ്പുഴ ചെമ്പകശ്ശേരി എന്ന് അത്രേ അറിയപ്പെട്ടിരുന്നത്. എന്തായിരുന്നു? ചെമ്പകശ്ശേരി. അതുപോലെ തന്നെ നമ്മൾ വേലകളിയുടെ നാട് എന്നും അമ്പലപ്പുഴയെ വിളിക്കുന്നുണ്ട്. വേലകളിയുടെ നാട് എന്ന് വിളിക്കുന്നത് അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴ ആലപ്പുഴ ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം കൂടിയാണ്. അപ്പൊ ആലപ്പുഴ ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമാണ്. പണ്ട് കാലത്ത് ചെമ്പകശ്ശേരി എന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. വേലകളിയുടെ ജന്മനാടെന്ന് വിളിക്കുന്നതൊക്കെ അമ്പലപ്പുഴയാണെന്ന് ഓർക്കുക. ഇനി തുള്ളൽ അറിയാലോ നമ്മള്. ഈ തുള്ളൽ കലാരൂപം അറിയാലോ, ഓട്ടം തുള്ളലൊക്കെ. തുള്ളൽ കലാരൂപം, തുള്ളൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓട്ടം തുള്ളൽ, പറയും തുള്ളൽ, ശീതങ്കം തുള്ളൽ എന്നൊക്കെ. തുള്ളലിനെ നമുക്ക് പലതായി തിരിക്കാന്നൊക്കെ നമ്മൾ തുള്ളൽ പഠിക്കുമ്പോൾ പഠിക്കാറുണ്ട് അല്ലെ, സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്.
അപ്പൊ ആ തുള്ളൽ കലാരൂപം രൂപം കൊണ്ടത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലപ്പുഴയിലാണ് തുള്ളൽ കലാരൂപം രൂപം കൊണ്ടത്. കേരളത്തിൽ ആദ്യമായിട്ട് തുള്ളൽ അരങ്ങേറിയത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാലും അമ്പലപ്പുഴയിൽ തന്നെയാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ അടുത്തത് ഇനി കായംകുളം. നമ്മള് ഓടനാട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് KPAC, കേരള പീപ്പിൾസ് ആർട്സ് ക്ലബിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ കായംകുളമാണ്. ഇനി നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് കൃഷ്ണപുരം കൊട്ടാരം എന്ന് പറയുന്നത്. പ്രസിദ്ധമായിട്ടുള്ള ഗജേന്ദ്ര മോക്ഷം ചുവർ ചിത്രം കാണപ്പെടുന്നത് എവിടെയെന്നൊക്കെ പണ്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് കേട്ടോ. ആ കൃഷ്ണപുരം എന്ന് പറയുന്നത് കായംകുളത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ്. ആ കൃഷ്ണപുരത്ത് നാഷണൽ കാർട്ടൂൺ മ്യൂസിയം, അതായത് ഇപ്പൊ കാർട്ടൂണിസ്റ്റ് ശങ്കറൊക്കെ ഇല്ലേ, അദ്ദേഹത്തിന്റെ സ്മാരകമൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം, കാർട്ടൂണിസ്റ്റ് ശങ്കറിന്റെ സ്മാരകം ഒക്കെ എവിടെയാണ് കാണുന്നത് ചോദിച്ചാൽ നമ്മൾ പറയും കൃഷ്ണപുരത്താണ് കാണുന്നത് എന്ന് പറയും. ഇനി അടുത്തത് ചേർത്തല. ചേർത്തല ഒരു ബീച്ചാണ്, വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ചേർത്തല. ഇപ്പൊ ചേർത്തലയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനൊക്കെ ഇല്ലേ, അദ്ദേഹത്തിന്റെ പൗരോഹിത്യം സ്വീകരിച്ച പള്ളി അർത്തുങ്കൽ പള്ളി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ അർത്തുങ്കൽ പള്ളിയൊക്കെ ചേർത്തലയിലാണ്. അതുപോലെ തന്നെ സ്ഫടിക മണല് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഫടിക മണൽ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ചേർത്തലയിലാന്ന് പറയും. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ചേർത്തല എന്ന് പറയും. പണ്ട് കാലത്ത് ചേർത്തല കരപ്പുറം എന്ന പേരിൽ അത്ര അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ചേർത്തലയുടെ ഓൾഡ് നെയിം എന്താണ്? കരപ്പുറം എന്നാണ്. അപ്പൊ ഈ എന്താ പറയാ, ഈ ജില്ലയിൽ കുറെ ഓൾഡ് നെയിം ഓരോ സ്ഥലത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, അതൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കണം കേട്ടോ. ഇനി അടുത്തത് പുറക്കാട്. പുറക്കാട് തീരം കേട്ടിട്ടില്ലേ? നമ്മുടെ ചെമ്മീൻ നോവലിലെ പ്രധാനപ്പെട്ട അല്ലെ, നമ്മുടെ മധു അതുപോലെ തന്നെ ഷീല അവരുടെയൊക്കെ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ആ തീരം ഉണ്ടല്ലോ, മാനസമൈനെ പാട്ട് പാടിയിട്ടുള്ള ആ തീരം, അതാണ് പുറക്കാട് തീരം. ഈ പുറക്കാട് പണ്ട് കാലത്ത് ബറേക്ക എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്തായിരുന്നു പേര്? ബറേക്ക എന്ന പേരിലാണെന്നോ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ വളരെ ചാകരയ്ക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബീച്ചും കൂടിയാണ്, അല്ലെങ്കിൽ കടപ്പുറം കൂടിയാണ് പുറക്കാട് കേട്ടോ. ഇനി അടുത്തത് ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആലപ്പുഴ ജില്ലയിലെ. ചെങ്ങന്നൂര് ഒരു ഇതുപോലെ തന്നെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പാണ്ഡവൻ പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ പാണ്ഡവൻ പാറ എവിടെയാന്ന് ചോദിച്ചാൽ ചെങ്ങന്നൂരാ പറയാ കേട്ടോ. അതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്ഥലമാണ് കുമാരകോടി പാലം. നമ്മൾ കുമാരകോടി പാലം അറിയില്ലെങ്കിലും കുമാരനാശന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് കുമാരകോടി എന്ന് നമുക്കറിയണ്ടോ അല്ലെ. അപ്പൊ കുമാരകോടി പാലവും കുമാരകോടി എന്ന് പറയുന്ന കുമാരനാശന്റെ അന്ത്യവിശ്രമ സ്ഥലവും അതുപോലെ റെഡിമീർ ബോട്ട് അപകടം നടന്നത് അത് എവിടെയാണെന്ന് മനസ്സിലാക്കുക? ആലപ്പുഴ ജില്ലയിലാണെന്ന് മനസ്സിലാക്കുക. ഇനി ആലപ്പുഴ ജില്ലയിലെ പ്രസിദ്ധമായിട്ടുള്ള വേറൊരു ദ്വീപിന്റെ പേരാണ് പെരുമ്പളം ദ്വീപ്. ഏതാണ്? പെരുമ്പളം ദ്വീപ്. അതുപോലെ കേരള സ്റ്റുഡൻസ് യൂണിയൻ രൂപീകരണം 1957 നടക്കുകയുണ്ടായി. നടന്നത് എവിടെയാന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലാണ്. അന്താരാഷ്ട്ര അല്ലെങ്കിൽ അന്തർദേശീയ കയർ, അന്താരാഷ്ട്ര അല്ല കേട്ടോ, അന്തർദേശീയ കയർ മ്യൂസിയം, അന്തർദേശീയ കയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കലവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കലവൂർ എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണെന്ന് മനസ്സിലാക്കുക. ഇനി നാഷണൽ ജോഗ്രഫിക്കിന്റെ അറൌണ്ട് ദ വേൾഡ് ഇൻ 24 hours എന്ന ലോക വിനോദസഞ്ചാര പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ പ്രദേശം ആലപ്പുഴ ജില്ലയിലെ കാക്കത്തുരുത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ നാഷണൽ ജോഗ്രഫിക്കിന്റെ അറൌണ്ട് ദ വേൾഡ് ഇൻ 24 hours എന്ന ലോക വിനോദസഞ്ചാര പദ്ധതിയിൽ ഉൾപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രദേശത്തിന്റെ പേരാണ് കാക്കത്തുരുത്ത്. ഓർത്തു വയ്ക്കുക. അതുപോലെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് യൂണിറ്റ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? നൂറനാടാണ്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ കേരളത്തിലെ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? നൂറനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇനി നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ അല്ലെ. ആ വേമ്പനാട് കായലിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ ദ്വീപാണ് പാതിരാമണൽ ദ്വീപ്. അനന്തപത്മനാഭന്റെ തോപ്പ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ദ്വീപാണ് ഏത്? പാതിരാമണൽ ദ്വീപ് എന്ന് ഓർത്തു വയ്ക്കാം. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ നമ്മൾ പറഞ്ഞു റിസർവ് വനങ്ങൾ വളരെ കുറവുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു റിസർവ് വനത്തിന്റെ പേരാണ് വിയ്യാപുരം എന്ന് പറയുന്നത്. ഏതാണ്? വിയ്യാപുരം എന്ന് പറയുന്നത്. ഇനി കുട്ടനാടിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായൽ തീരത്താണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത്. പമ്പയുടെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നതാണ് കുട്ടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കുട്ടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന നെൽകൃഷി ചെയ്യുന്ന പ്രദേശം കൂടിയാണ് കുട്ടനാട്.
കേരളത്തിന്റെ നെതർലൻഡ്സ് അഥവാ ഹോളണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ കേരളത്തിന്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമൊക്കെ കുട്ടനാടാണ്. നമ്മൾ പറഞ്ഞു ഈ സമുദ്രനിരപ്പിൽ നിന്നും താഴെയാണ് വെള്ളക്കെട്ടൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ നെൽകൃഷിയിൽ രണ്ടാം സ്ഥാനത്തേക്ക് ആര് മാറിയത്? കുട്ടനാട് മാറിയത്. കുട്ടനാടിന്റെ കഥാകാരനാണ് തകഴി ശിവശങ്കര പിള്ള. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. അതുപോലെ ഈ കുട്ടനാട്ടിൽ ഇങ്ങനെ വെള്ളം കയറുകയാണ്. അപ്പൊ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി കുട്ടനാട്ടിൽ രണ്ട് പദ്ധതികൾ കൊണ്ടുവന്നു. അതിലൊന്നാണ് തണ്ണീർമുക്കം ബണ്ടും അതുപോലെ തന്നെ തോട്ടപ്പള്ളി സ്പിൽവേയും. തോട്ടപ്പള്ളി സ്പിൽവേ ഇത് രണ്ടും ഈ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇനി ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന പ്രദേശം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പ്രദേശം ചോദിക്കാൻ വെച്ചാൽ കുട്ടനാട്, ജില്ല ചോദിക്കുമ്പോഴാണ് ആലപ്പുഴ പറയാട്ടോ. ഇനി കുട്ടനാട് കുടിവെള്ളത്തിൽ നിന്നും എന്താ പറയാ, കുട്ടനാടിനെ സംരക്ഷിക്കാൻ ശരിക്കും പറയാ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ വൈൻഡിങ് മെഷീനൊക്കെ ആദ്യമായിട്ട് സ്ഥാപിതമായത് കുട്ടനാടാണ്. അതായത് കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം വെള്ളപ്പൊക്കം ഉണ്ടായി 2018 ഈ വെള്ളപ്പൊക്കം ഉണ്ടായിപ്പോ എന്താ ഉണ്ടായേ? അതായത് കേരളത്തിൽ മുഴുവൻ വെള്ളമായി, പക്ഷെ കുടിക്കാൻ വെള്ളമില്ലാത്തൊരു സന്ദർഭം കൂടി അപ്പൊ ഉണ്ടായിട്ടുണ്ട്. കാരണം ആ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടനാട് കുടിവെള്ളത്തിന് കേരളത്തിൽ ആദ്യത്തെ വൈൻഡിങ് മെഷീൻ സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിച്ചാൽ കുട്ടനാടാണ്. കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട കേരളത്തിലെ എന്താ പറയാ കൃഷി ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ MS സ്വാമിനാഥനാണ് കേട്ടോ. ഈ 2020 കുട്ടനാട് പാക്കേജ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ടായിരുന്നു. അതിന്റെ രണ്ടാം ഘട്ടത്തിന് വിവിധ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് 2447 രൂപ മാറ്റിവെക്കുകയുണ്ടായി. അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി മാതൃകാ വില്ലേജായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്ന കുട്ടനാടിലെ സ്ഥലമാണ് ഏത്? അയ്മനം. ഏതാണ്? അയ്മനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് കുട്ടനാട് അല്ലെങ്കിൽ ആലപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കയർ വ്യവസായത്തിന് പ്രസിദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നാഷണൽ കയർ ട്രെയിനിങ് ആൻഡ് ഡിസൈനർ സെന്റർ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണെന്ന് ഓർക്കുക. നാഷണൽ കയർ ട്രെയിനിങ് ആൻഡ് ഡിസൈനർ സെന്ററിന്റെ ആസ്ഥാനം ആലപ്പുഴയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ എക്കോ കയർ ഗ്രാമം ഹരിപ്പാടാണ്. കേരളത്തിലാദ്യത്തെ ഇക്കോ കയർ ഗ്രാമം ഹരിപ്പാടാണ്. കേരളത്തിലാദ്യത്തെ കയർ ഗ്രാമം വയലാറാണ്. കേരളത്തിലാദ്യത്തെ കയർ ഗ്രാമം വയലാറാണ്. ഇക്കോ കയർ ഗ്രാമം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? വയലാറിനെയാണ്. കേരളത്തിലെ ഇക്കോ കയർ ഗ്രാമം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? കയർ ഗ്രാമം വയലാറാണ്. ആദ്യം ഇക്കോ കയർ ഗ്രാമം ഹരിപ്പാടാണ്. തെറ്റിക്കരുത് കേട്ടോ. ഇനി നമുക്ക് ജലോത്സവങ്ങളുടെ നാട് എന്നാണ് എന്തിനെ വിളിക്കുന്നത്? ആലപ്പുഴ ജില്ലയെ വിളിക്കുന്നത്. വള്ളംകളി സീസൺ ആലപ്പുഴ ജില്ലയില് അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളി, അങ്ങനെ ഒരു വള്ളംകളിയോട് കൂടിയിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത്. ഏത്? നമ്മുടെ ഈ വള്ളംകളി സീസൺ തന്നെ തുടങ്ങുന്നത്. ഈ ചമ്പക്കുളം വള്ളംകളി ആലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വള്ളംകളിയാണ് ചമ്പക്കുളം വള്ളംകളി. ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പായിപ്പാട് വള്ളംകളി ഉണ്ട്. അത് പായിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് പായിപ്പാട് വള്ളംകളി നടക്കുന്നു. ഇനി നമ്മൾ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട വള്ളംകളി എന്ന് വിളിക്കുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. നടക്കുന്നത് പുന്നമടക്കായൽ അല്ലെങ്കിൽ വേമ്പനാട്ട് കായലിന്റെ ഭാഗം, അതാണ് പുന്നമടക്കായലിലാണ് നടക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് നടക്കുന്നത് അല്ലെ. പണ്ട് കാലത്ത് അത് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പേര്, ആദ്യകാല നാമം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു. എന്നിട്ട് നെഹ്റു വന്നതിന് ശേഷമാണ്, പിന്നെ നമ്മളതിന് കാണാൻ വന്നതിന് ശേഷമാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പേരിലിട്ട് മാറ്റിയത്. ഈ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നൊരു പേരും കൂടി ഉണ്ട്. എന്താണ്? ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ്. അപ്പൊ ജലോത്സവങ്ങളിലെ നാടാണ്. പ്രധാനപ്പെട്ടത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. പുന്നമടക്കായലിലാണ് നടക്കണേ. ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച നടക്കണേ. ഇനി ആദ്യത്തെ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു. ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫി വള്ളംകളി നേടിയത് ഏത് ടീമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാരിച്ചാൽ ചുണ്ടനാണ്. ആരാണ് ചാമ്പ്യന്മാരായത്? ആരാണ്? കാരിച്ചാൽ ചുണ്ടനാണ് നേടിയത് കേട്ടോ. ആദ്യമായിട്ട് നേടിയത് ആരാണ്? നടുഭാഗം ചുണ്ടൻ. ആദ്യത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നേടിയത് ആരാണ്? നടുഭാഗം ചുണ്ടനാണ്. അപ്പോൾ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫിയെ കുറിച്ച് ഒരു ധാരണയായല്ലോ. നമ്മൾ ആദ്യം പറഞ്ഞത് തുടങ്ങുന്നത് ഏത്? പായിപ്പാട് വള്ളംകളിയിൽ നിന്നാണ് അല്ലെ. നമ്മുടെ എന്താ പറയുന്നത്, പായിപ്പാടല്ല, കേരളത്തിലെ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളി, പമ്പാ നദിയിലെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ നിന്നാണ്. അത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടത്. പായിപ്പാട് വള്ളംകളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി. അപ്പോൾ സുബ്രഹ്മണ്യന്റെ അമ്പലത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടത് പായിപ്പാട്. അതുപോലെ തന്നെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത് ചമ്പക്കുളം. ഈ ചമ്പക്കുളമാണ് കേരളത്തിൽ
കേരളത്തിലെ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത്. പ്രധാനപ്പെട്ടത് പുന്നമടക്കായല് നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി. ആദ്യത്തെ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു. ഇനി ഏറ്റവും കൂടുതൽ തവണ നേടിയത് കാരിച്ചാൽ ചുണ്ടൻ, ആദ്യം നേടിയത് നടുഭാഗം. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് കുറച്ച് സ്ഥാപനങ്ങൾ ഈ ആലപ്പുഴ ജില്ലയിലുണ്ട്, അതൊന്ന് ഓർത്തു വെക്കണം. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ പറഞ്ഞു ജലഗതാഗത വകുപ്പായാലും ഉൾനാടൻ ജലഗതാഗത വകുപ്പായാലും ആലപ്പുഴയിലാണ്. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രമുണ്ട്, കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം. അതുപോലെ തന്നെ കയർ ഗവേഷണ കേന്ദ്രം കലവൂര്. ഇനി കേരള നെല്ല് ഗവേഷണ കേന്ദ്രം മാങ്കൊമ്പ്, അതുപോലെ കായംകുളം. അപ്പോ കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം, കേരള നെല്ല് ഗവേഷണ കേന്ദ്രം മാങ്കൊമ്പ് കായംകുളം, അതുപോലെ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കലവൂര്, കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് കലവൂര്. വളരെ പ്രധാനമാണ്. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് കലവൂരാണ്. കേരള കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കലവൂരാണ്. അതുപോലെ തന്നെ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ മാങ്കൊമ്പും കായംകുളവും. അതുപോലെ കേന്ദ്ര നാളികേരാട്ടം, നെല്ലല്ല, നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം, കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം കലവൂര്, കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉൾനാടൻ ജലഗതാഗതം ഒക്കെ ചോദിക്കുമ്പോൾ ആലപ്പുഴ തന്നെ പറയും. അതുപോലെ ഇപ്പൊ നമ്മൾ മണ്ണാറശാല, നമ്മൾ ഹരിപ്പാടിനെ കുറിച്ചും ദക്ഷിണ ഗുരുവായൂരിനെ കുറിച്ചും പറഞ്ഞു. അതുപോലെ ഇനി പറയാനുള്ളതാണ് മണ്ണാറശാല. മണ്ണാറശാല ഒരു നാഗരാജാവിന്റെ ക്ഷേത്രമുണ്ട്. മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലാണ് എന്ന് പറയും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അർത്തുങ്കൽ പള്ളി, അല്ലെ, അതും ആലപ്പുഴ ജില്ലയിലാണ്. പിന്നെ അടുത്തത് ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്, ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ, അല്ലേ. ആ ചെട്ടിക്കുളങ്ങര എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ബുദ്ധമത കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശ്രീമൂലവാസം. ഏതാണ്? ശ്രീമൂലവാസം. അപ്പോ ആലപ്പുഴ ജില്ലയിലെ തകഴിക്കടുത്ത് കരുമാടി എന്ന ഗ്രാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഗ്രാനൈറ്റിൽ തീർത്ത പ്രസിദ്ധമായിട്ടുള്ള ഒരു ബുദ്ധമത പ്രതിമയുണ്ട്, മതവുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. ആ പ്രതിമയെ നമ്മൾ വിളിക്കുക കരുമാടിക്കുട്ടൻ എന്നാണ്. അപ്പൊ നമ്മളോട് ചോദിക്കും, അതായത് പണ്ട് കാലത്ത് ബുദ്ധമതത്തിന്റെ സ്വാധീനം ചെലുത്തി എന്ന് കരുതപ്പെടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയുക? ആലപ്പുഴ ജില്ല എന്ന് പറയണം. ഇനി അടുത്തത്, അപ്പോ ആലപ്പുഴ ജില്ലയിലെ ബുദ്ധമതവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കരുമാടിക്കുട്ടൻ, ശ്രീമൂലവാസം എന്ന ബുദ്ധമത ക്ഷേത്രം, അല്ലെ, അതൊക്കെ ഓർത്തു വെക്കുക. ഇനി അടുത്തത്, വിശപ്പുരഹിത കേരളം എന്ന ലക്ഷ്യത്തോടെ ജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഭക്ഷണം നൽകാനായിട്ട് ജനകീയ ഭക്ഷണശാല ആരംഭിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്, മറക്കരുത്. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEP മാലിന്യ സംസ്കരണത്തിൽ മാതൃകാ നഗരമായി തെരഞ്ഞെടുത്ത കേരളത്തിലെ നഗരം ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. അപ്പൊ UNEP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുണൈറ്റഡ് നാഷണൽ എൻവയോൺമെന്റൽ പ്രോഗ്രാം, അവര് മാലിന്യ സംസ്കരണത്തില് മാതൃകാ നഗരമായി തെരഞ്ഞെടുത്ത കേരളത്തിലെ നഗരം ഏതാണ്? ആലപ്പുഴയാണ്. കേരളത്തിലെ പട്ടണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാന്നാ പറയാ? നമ്മൾ ആലപ്പുഴയെ പറയാം. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിൽ മാരാരിക്കുളം എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്താണ് കേട്ടോ, സ്ത്രീ സൗഹൃദ ഗ്രാമപഞ്ചായത്ത്. ഇനി നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു പ്രസിദ്ധമായിട്ടുള്ള കുര്യാക്കോസ് ഏലിയാസ് ചാവറാച്ചൻ ആലപ്പുഴ ജില്ലയിലാണ്. അതുപോലെ തന്നെ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ PN പണിക്കര്, അതുപോലെ നമ്മുടെ കവി വയലാർ രാമവർമ്മ, വളരെ പ്രശസ്തനായിട്ടുള്ള, അതുപോലെ നമ്മുടെ മുൻ കേരള മുഖ്യമന്ത്രിമാരായിട്ടുള്ള VS അച്യുതാനന്ദൻ, AK ആന്റണി, അതുപോലെ നമ്മുടെ കേരളത്തിലെ പ്രസിദ്ധരായ വളരെ പ്രശസ്തയായിട്ടുള്ള മന്ത്രി, ഏതാണ് മന്ത്രിയുടെ പേര്? അതായത് നമ്മുടെ KR ഗൗരിയമ്മ. ഇവരൊക്കെ എവിടുത്തുകാരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലക്കാരാണ്. ആലപ്പുഴ ജില്ലയിലെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ് കേട്ടോ. ഇനിയും കുറെ ആൾക്കാരെ കുറിച്ച് പറയാണ്ട്. ഇപ്പൊ നവോദയ അപ്പച്ചൻ, അതുപോലെ അയ്യപ്പ പണിക്കര്, MK സാനു, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ആലപ്പുഴ ജില്ലയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ പറയാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഹിസ്റ്ററിയിലും അല്ലെങ്കിൽ മറ്റു ഫാക്ട്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. വളരെ ചുരുക്കി നമ്മൾ കേരളത്തിലെ ജില്ലയായിട്ടുള്ള ആലപ്പുഴ ജില്ലയെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചതാണെന്ന്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഒക്കെ ഇഷ്ടമായിച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.